നമുക്ക് പ്രാർത്ഥിക്കുക. എന്നതിന് അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് വരാം. കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ സമയത്ത് ഈ ദിവസം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറ് നടന്ന 10,000-കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിലും അധികാരത്തിലും ആധാരത്തിലും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാധിക്കുന്ന എല്ലാ ആശങ്കകളും, നിന്നെ ഇന്ന് ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും, നിന്നെ ഇന്ന് ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആദിഭീതികളും, ഹൃദയഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഹൃദയത്തിൽ നിറക്കണമേ. പ്രാർത്ഥിക്കാൻ ആരും പറയാതെ പ്രചോദിപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താതെ കർത്താവെ, സ്വതസിദ്ധമായിട്ട് അനിയന്ത്രിതമായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്ന കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ തോന്നുന്ന കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹം അവരുടെ ഹൃദയത്തിൽ പൂത്തുലയാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വരപ്രസാദത്താൽ മക്കളെ നിറക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സന്ധിപ്പ് കിട്ടണില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവേദരെ നീ മനസ്സിടരുത്. കാര്യം നിനക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിന്നോട് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവം ഒരു സമയം മണിക്കൂർ എണ്ണി വെച്ചിട്ടുണ്ട്. ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവത്തെ അവഗണിക്കുകയും ചെയ്യരുത്, ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ന്യൂനീകരിച്ച് കൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു കണക്കെടുപ്പ് നടത്തരുത്. മറിച്ച് എൻ്റെ കർത്താവ് നീ ധൈര്യമുള്ളവരായിരിക്കണം, ആത്മധൈര്യമുള്ള ഒരു വ്യക്തിയായിരിക്കണം. കാര്യം എൻ്റെ കർത്താവ് എപ്പോഴായാലും ഏത് മണിക്കൂറായി എന്നെ സംരക്ഷിക്കും. അവൻ്റെ നിർമ്മലനെ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നെയും കർത്താവിന് അഴിയാൻ അനുവദിക്കത്തില്ല. നിൻ്റെ അഴിച്ചിലുകളെല്ലാം കർത്താവ് പുനരുദ്ധരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളിലുണ്ട് നിന്നെ ഞാൻ പുനരുദ്ധരിക്കുമെന്ന്. അത് ജെറമിയായിലും പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളുള്ളതാണ്. നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുന്നു. ഹഗ്ഗായിലും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന്. അതുകൊണ്ട് നിനക്ക് ദൈവം ഒരു ദിവസം കുറിച്ചിട്ടുണ്ട്. ആ ദിവസം നിന്നെ പുനരുദ്ധരിക്കും. അതുവരെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ പ്രത്യാശത്തിൽ കാത്തിരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കണമെന്ന് ജാഗ്രത നൽകിയ പരിശുദ്ധമ്മ ആ പ്രത്യക്ഷഗണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന നിനക്ക് വേണ്ടി കുറിച്ചിരിക്കുന്ന ദിവസം എത്രയും വേഗം ചുരുക്കപ്പെടാൻ വേണ്ടി അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ഭാരങ്ങൾ മാറിപ്പോട്ടെ. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ക്ലേശങ്ങൾ നീങ്ങിപ്പോട്ടെ. എൻ്റെ കർത്താവിനുതമായ നാമത്തിൽ ഇന്നത്തെ നിൻ്റെ യാത്രയിൽ നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും അകമ്പടി സേവിക്കുകയും നിന്നെ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവ് തിരികെ ഇന്ന് രാത്രി തിരിച്ചും കൂടണയുമ്പോൾ നിൻ്റെ സന്നിധ്യത്തിൽ ആഹ്ലാദിക്കാൻ അങ്ങയുടെ മക്കളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് സന്ദേശത്തേക്ക് വരാം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ ആൾത്താറ് എന്നുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകുവേ. ജീവിതം കയ്യിൽ നിന്ന് പോകുന്ന വെച്ചാൽ നമ്മൾ ഒത്തിരി അവലംബിച്ചും പ്രാർത്ഥിച്ചും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സംഭവം ഉണ്ടായി. സാക്ഷ്യത്തിലൂടെ ഞാൻ ആൾത്താറ് നിൽക്കുമ്പോൾ കേൾക്കണമല്ല. അപ്പോൾ അതിലത് 1-2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ. ചില ആൾക്കാർ ഇങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ജയിക്കും, ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും, ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും, ജപ്തി നീങ്ങിപ്പോകും, അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്, ദൈവം എന്നെ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്, അപ്പം ഞാൻ വളരെ കൂളായിട്ടിരിക്കും, അത് കുഴപ്പമില്ല, കൈകാര്യം ചെയ്യാം എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നമ്മൾ ആശ്രയം വെച്ച കാര്യം കൈവിട്ടു പോകും, ഒന്നും നടക്കത്തില്ല. ചിലപ്പോൾ ഒത്തുവെച്ച കല്യാണമായിരിക്കും പോണത്. ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലമായിരിക്കും, നല്ല ലാഭം കിട്ടണ ബിസിനസ്സായിരുന്നു, പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകും. ഇപ്പോഴേ കേസ് തന്നെ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും. പക്ഷേ എന്തോ ഒരു പോയിന്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയിക്കാൻ എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തലക്ക് കയ്യും കൊടുത്ത് താഴെ ഇരിക്കും. എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണോ, എന്തുമാത്രം ഞാൻ തിരികെത്തിച്ചതാണോ,
ചില പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളിങ്ങനെ വർത്തമാനമൊന്നും പറയരുത് കേട്ടോ. വിവരമില്ലാത്തത് കൊണ്ടും വികാരജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങൾ ക്ഷമിക്കട്ടെ. പക്ഷെ അതല്ല പ്രശ്നം. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മെരിറ്റ് പോയെന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. പിടിയിട്ടില്ലേ? അപ്പം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന്, നമ്മുടെ കൺട്രോളിൽ നിന്ന് കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അത് പരീക്ഷയാകാം, ചിലപ്പോൾ ജോലി ആകാം, ചിലപ്പോൾ പ്രൊമോഷനാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാകാം, സമ്മാനമാകാം, ചിലപ്പോൾ ഒരു അര പോയിൻ്റൊക്കെ വിട്ടുപോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിതം തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യരെ പോലെ തലയും കൈ കൊടുത്തിട്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കലെന്നൊന്നും പറയരുത്. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 9 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ദൈവം എഴുതി വെക്കണത് എന്ന് വെച്ചാൽ നീ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് പറയണത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലൊക്കെ അതിന് ഈ പരിശുദ്ധാത്മ വേണം എന്ന് ഈശോ പറയുന്ന കാര്യം നിന്നെ സഹായിക്കാനുണ്ട്. ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള വെട്ടിവർത്താനൊക്കെ പറയണത്. അപ്പോൾ പരിശുദ്ധാത്മാവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നീ പശ്ചാത്താപിച്ചാൽ മതി. പരിശുദ്ധാത്മാ കിട്ടാനുള്ള ആദ്യ വഴി എന്ന പശ്ചാത്താപമല്ലേ. നടപടി 2:37 എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്താപിക്കുക. പരിശുദ്ധാത്മാവ് സഹായം കിട്ടണില്ല, വിടുവർത്താനം പറഞ്ഞു പോയെന്ന് നമുക്ക് ഉടനെ വേണ്ട പരിശുദ്ധാത്മാവിനാണ് സഹായകൻ. ഈ യോഹന്നാൻ്റെ സുവിശേഷം 15:26 ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ 15:26 സഹായൻ എന്നാണ് വിളിക്കണത്. ഈ സഹായകൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ അപ്പം തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ലെന്നൊന്നും പറയത്തില്ല. ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ല, ഞാൻ എല്ലാ ദൈവങ്ങളെ വിളിച്ചെന്നൊക്കെ പറയണത് സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ്. അപ്പോൾ അതിന് സഹായനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അത് 2:38 വർക്ക് ചെയ്താൽ മതി. എന്താണ് നടപടി പുസ്തകം എന്താണ് പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചന യേശുക്രിസ്തു നാമം സ്നാനം വിളിക്കുവിൻ. ഇപ്പം നിങ്ങൾ ഏറ്റിരിക്കുന്ന ഈ സഹനമില്ലേ, സഹനം അത് യേശുക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും. അതുകൊണ്ടാണല്ലോ 12:50 പറയണില്ലേ, എനിക്കൊരു ജ്ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പീഡാസഹനങ്ങൾ ജ്ഞാനസ്ഥാനം എന്നാണ് വിളിക്കണത്. അപ്പോൾ നമുക്കൊരു സഹന സഹായം വന്നാൽ അത് യേശുക്രിസ്തു നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ബിസിനസ് തകർന്നു പോയി. നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ, ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി. ആ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉടനെ ചിലർ സ്മോൾ അടിക്കും, ചില ആൾക്കാർ തല ഭിത്തിയിട്ട് അടിക്കും. അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സഹായകനെ വേണം ഈ സമയത്ത്. അതാ 15:26 പറയണത്. സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും? സഹായകൻ നമ്മളോട് കാര്യം പറയും. എന്താണ് സഹായം ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണ്? പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും. എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടേ, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടുന്നനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം ചീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത്. എന്താ കാര്യം എന്നറിയാവോ? അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ. യു ലോസ്റ്റ് യുവർ മെറിറ്റ്. നിങ്ങളുടെ യോഗ്യത, കപ്പാസിറ്റി, എബിലിറ്റി ഇല്ലേ, ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ. പക്ഷെ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ്? അടുത്തെന്താണ്? കൃപ പ്രവർത്തിക്കും. അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ നേരെ എതിര് സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയെന്നേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതെന്താണ്? കൃപ. അതുകൊണ്ടാണ് എഫേസ്യൻസ് പറയണത്, എഫേസ്യൻസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ്. അതാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ ദാനമാണ്. നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് അത്? ദൈവത്തിന്റെ ദാനം. അപ്പം നേടിയതുണ്ട്, പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പം നേട്ടം വരുമ്പോൾ നമ്മൾക്ക് കോട്ടമാണെന്ന് പറയും. നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത്. പിന്നെ എന്താ ഉള്ളത്? ദാനമാണെന്നാണ് പറയണത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിന് വേറെ പദ്ധതിയുണ്ട്. അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സക്കറിയ എന്താ പറയണത്? 4:6 എടുത്ത് അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ സൈന്യബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, കരബലത്താൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടുമില്ലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ലേ അർത്ഥം. കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ
അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിനർത്ഥം നടക്കുകയില്ലെന്നല്ല, മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിച്ച് കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തതയും സത്യസന്ധതയും പാലിക്കേണ്ടത്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വിശ്വസ്തതയെന്നല്ലേ പറയണത്. ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അത് മാത്രം ചെയ്താൽ പോരാ. 5:46 അനുസരിച്ചുകൊണ്ട് 46 സുവിശേഷത്തിലെ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ വിശേഷ വിദ്യയായി ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ, എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് നീ എപ്പോഴും വ്യാപരിക്കണ സ്ഥലത്ത് ഒട്ടിച്ചു വെക്കണം. എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടി ജീവിതം. താങ്ക് യു. നമ്മൾ ആദ്യങ്ങളുടെ വചനങ്ങളിലേക്ക് വരികയാണ്. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ ഏറ്റു പറഞ്ഞേ, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. അപ്പോൾ വിശ്വാസത്തെ എങ്ങനെയാണ് സമ്പൂർണ്ണമാക്കുന്നത്? സുഹൃതം കൊണ്ട്. സുഹൃതം എന്ന് പറയുന്നത് എന്താണ്? കൃപാവര പ്രവർത്തനങ്ങൾ. സുഹൃതം എന്ന് പറയുന്നത് എന്താ? കൃപാവര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താ? കൃപ ആർജിച്ചെടുത്ത കൃപാവര പ്രവർത്തനം സൽപ്രവൃത്തിയും രണ്ടാണല്ലോ. നമ്മളാരും സൽപ്രവൃത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരേ അല്ല, ആണോ? യേശുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന മക്കൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല. എന്താ കാര്യം? സൽപ്രവൃത്തി ഈശോയ്ക്ക് മുമ്പുണ്ടായിരുന്നതാണ്. ഈശോയ്ക്ക് മുമ്പ് ഇവിടെ സൽപ്രവർത്തികളില്ലായിരുന്നോ? എത്രയോ പേര് എന്തുമാത്രം പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്തു, ഇല്ലേ? ആ സിബി എന്നൊക്കെ പറഞ്ഞ രാജാവ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളാണ് 4000 കൊല്ലം മുമ്പ്. ഒരു കഴുകനൊരു പ്രാവിനെ ഓടിച്ചിട്ടപ്പോഴേ ആ പ്രാവ് നിലയും വിളിച്ചുകൊണ്ട് വന്ന് സിബിയുടെ മടി കയറിയിരുന്നപ്പോഴേ സിബി എന്നാ ചെയ്തത്? പ്രാവിനെ കൊല്ലാൻ കഴുതേനെ അനുവദിച്ചില്ല. പകരം ഒരു കത്തിയെടുത്ത് തുടയിൽ 1/2 കിലോ മാംസം എടുത്തിട്ട് കഴുകന് കൊടുത്തു. അപ്പം അത്രയും നല്ല പ്രവൃത്തിയല്ലേ അത്, അല്ലേ? അത്തരം കൺസെപ്റ്റുള്ള മനുഷ്യർ ഈ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ്. അപ്പോൾ സൽപ്രവൃത്തികളൊന്നും ഈശോയ്ക്ക് മുമ്പേ ഉള്ളതാണ്, പുതിയ കാര്യമല്ല. സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല യേശു ക്രൂശിക്കപ്പെട്ടത്. പിന്നെ എന്തിനാണ്? കൃപാവര പ്രവൃത്തികളാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും തമ്മിലുള്ള വ്യത്യാസം? സൽപ്രവൃത്തികൾ നമ്മളുടെ പേരിൽ ചെയ്യണതും നമ്മുടെ ക്വാളിറ്റി കൊണ്ട് ചെയ്യണതുമാണ്. കൃപാവര പ്രവൃത്തികൾ കർത്താവിൻ്റെ പേരിൽ ചെയ്യണതാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് രഹസ്യമായി ചെയ്യണമെന്ന് പറയണതിൻ്റെ കാരണം. പരസ്യമായി ചെയ്യണ പല കാര്യങ്ങളും നമ്മുടെ പേരിൽ വേണ്ടി ചെയ്യും, അതെല്ലാം സൽപ്രവൃത്തികളാണ്. പ്ലസ് വെക്കുക, ഫോട്ടോ എടുക്കുക, പത്രത്തിൽ ഇടുകയൊക്കെ ചെയ്യാം. സൽപ്രവൃത്തികളാണ്, നമ്മുടെ പേരിൽ ചെയ്യണതാണ്. അതിന് പ്രതിഫലമില്ല. കൃപാവര പ്രവൃത്തി എന്ന് പറയണത് കൃപ നേടിയവൻ്റെ പേരിൽ ചെയ്യണതാണ്, കൃപയ്ക്ക് വേണ്ടി ചെയ്യണതാണ്. അത് നിത്യതയെ ഉദ്ദേശിച്ച് ചെയ്യണ പ്രവർത്തനങ്ങളാണ്. അത് കാണാൻ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ആരുടെ നാമത്തിൽ? ഈശോയുടെ നാമത്തിൽ. എന്ത് വഴി? 1 യോഹന്നാൻ 1:17 വഴി. നിയമവും സത്യവും യേശുക്രിസ്തു മോശ വഴി ഉണ്ടായി, കൃപയും സത്യവും. നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ കൃപ ഉണ്ടായതാണ്, അവനുണ്ടാക്കിയതാണ്. ആ കൃപ നമുക്ക് ലഭിക്കുന്നതാണ്, നിത്യജീവനിൽ നമ്മളെ സഹായിക്കുന്നത്. നിത്യജീവൻ ലക്ഷ്യമാക്കി ചെയ്യുന്ന യേശുനാമത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കൃപാവര പ്രവർത്തികൾ. ഉടമ്പടി വെച്ചിരിക്കുന്നത് എന്താണ്? കൃപാവര പ്രവൃത്തിയാണ്. കാര്യം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാനല്ലേ നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവൻ പറഞ്ഞത് ആരുടെ നാമത്തിലാണ്? അവൻ്റെ നാമത്തിൽ ചെയ്യാൻ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതാര് പറഞ്ഞതാണ്? അവൻ പറഞ്ഞതാണ്. ആരുടെ നാമത്തിലാണ് ചെയ്യണത്? അവൻ്റെ നാമത്തിൽ. ആ പ്രവർത്തനം എന്താണ്? കൃപാവര പ്രവർത്തനം, സൽപ്രവൃത്തിയല്ല. അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയും ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കാൻ ചെയ്യുന്ന കർത്താവിൻ്റെ നാമം ചെയ്യുന്ന കൃപാവര പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ എന്താണ്? ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. ദാറ്റ് മീൻസ് 1 പത്രോസിന് 2 പത്രോസ് 1:5. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ കൃപാവര പ്രവൃത്തികൾ കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. എന്ത് ജ്ഞാനമാ? ദൈവജ്ഞാനം കൊണ്ടാണ്. ദൈവജ്ഞാനം എവിടെ നിന്നാണ് കിട്ടണത്? കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് കിട്ടണത്.
കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അരമണിക്കൂർ നമ്മൾ ദൈവവചനം എല്ലാ ദിവസവും വായിക്കാൻ പറഞ്ഞത്. എന്താണ്? കൃപാവര പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യണത് ഒരേ ഒറ്റ പുസ്തകം മാത്രമാണ്. ആരുടെ വചനമാണ്? ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ്റെ വാക്കല്ല, മനുഷ്യൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവജ്ഞാനം ഉണ്ടാകണം. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചുമ്മാ അറിവാണ്. അറിവ് ആത്മരക്ഷ വരുത്തത്തില്ല. ജ്ഞാനമാണ് ആത്മരക്ഷ ഉണ്ടാക്കുന്നത്. ജ്ഞാനം എന്താ? എന്തിനു വേണ്ടി ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്താലും ആരുടെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് ചെയ്യണത്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് ചെയ്യണത്. അതുകൊണ്ട് നാട്ടിലുള്ള നഷ്ടവും ലാഭവും നമുക്ക് വിഷയമല്ല. മറ്റുള്ളവർ നമ്മുടെ ആനുകൂല്യം പ്രാപിക്കുന്നവർ നാളെ നമ്മളെ തന്തക്ക് പറഞ്ഞ് വിളിച്ചാലും നമുക്ക് പ്രശ്നമല്ല. കാര്യം എന്താ? നമ്മൾ അവൻ്റെ നാമത്തിലാണ് ചെയ്യണത്. ഇതാണ് ജ്ഞാനം. എന്തിനു വേണ്ടി ചെയ്യുന്നു. സുഹൃതം ചെയ്യണ കൊള്ളാം, പക്ഷേ സുഹൃതം എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ്. അല്ല നമുക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് നാളെ മത്സരിക്കാൻ വേണ്ടി അല്ല നമ്മൾ സൽപ്രവൃത്തി ചെയ്യണത്. 10 വോട്ട് പിടിക്കാൻ വേണ്ടി അല്ല നമ്മൾ സൽപ്രവൃത്തി ചെയ്യണത്. ഇവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. അതാണ് സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ആത്മസംയമനം കൊണ്ടും ഇത് സമ്പൂർണ്ണമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഉടമ്പടി നിബന്ധനകൾ ഒരുമിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നതാ. ഉടമ്പടി നിബന്ധനകളുടെ അൾട്ടിമേറ്റ് ദൈവിക ലക്ഷ്യങ്ങളെ ഒരുമിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ്. 1 പത്രോസ് 2 പത്രോസ് 1:5. ജ്ഞാനത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ആത്മസംയമനം കൊണ്ടും. അതിനാണ് നമുക്ക് ഉപവാസം വെച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ ബുധനാഴ്ച ഉപവാസമുണ്ട്. പിന്നെ എന്താണ്? അതെന്ത് ഉപവാസമാണ്? ഉടമ്പടി ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ? മാംസവർജനമാണോ ഉദ്ദേശിക്കണത്? മാംസം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് വർജിക്കുക. ഇനി മാംസം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അതവർ വർജിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? നമുക്കിഷ്ടമുള്ളത് എന്താണ് അതാണ് ആത്മസംയമനം ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ചാറ്റിംഗ് ആയി ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചോ, അപ്പോൾ നമ്മൾ മൊബൈൽ ഓഫ് ചെയ്യും. അപ്പോൾ മൊബൈൽ ഉപവാസമായി. നമുക്കിഷ്ടമുള്ളതാണ് പ്രശ്നം. നമുക്കിഷ്ടമുള്ളതും ടേസ്റ്റുള്ള കാര്യങ്ങൾ എന്താണ്? അതുമേൽ ആശയടക്കം ആത്മസംയമനം. അതാണ് സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ജ്ഞാനം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മസംയമനം വേണം. അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പട്ടിണിയൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല കാര്യം, ദൈവം എനിക്കട്ടെ, ഞാൻ ഇരിക്കുന്നുണ്ട്, അതല്ല പ്രശ്നം. പക്ഷേ ചില ആൾക്കാർക്ക് പട്ടിണി ഇരിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഉപവാസം എന്ത് ചെയ്യാനാ? ചില ആൾക്കാർക്ക് പട്ടിണി ഇരിക്കണത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഉറക്കം നീക്കാൻ ഇഷ്ടമുള്ള പെൺപിള്ളേരുണ്ട്, ആൺപിള്ളേരും ഉണ്ട്. കാര്യം ഇപ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ 2:30 മണി വരെ ഇരുന്ന് രാത്രി ഇരുന്ന് പഠിക്കണം, ഇല്ലേ? അപ്പോൾ ഉറക്കം നിൽക്കേണ്ടി വരുമോ? അപ്പോൾ അത് ജാഗരമെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടം ആ സമയത്ത് പഠിക്കണതാണ്. എന്ത് ചെയ്യാനാ? ഇഷ്ടത്തെ ബലിയർപ്പിക്കുന്നതാണ് ആത്മസമയം. ആശ അടക്കമെന്ന് പറഞ്ഞാൽ ആശയെ എന്താണ് ആശ വെച്ചിരിക്കണത് അതടക്കണം. അതിനാണ് അവിടുന്ന് ആത്മസംയമനം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്തൊരു ബലി അംശമുണ്ട്. കാരണം ഇഷ്ടപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുന്ന ഉപവാസത്തിൻ്റെ അകത്തൊരു ബലി അംശമുണ്ട്, ഒരു ത്യാഗത്തിൻ്റെ സമർപ്പണത്തിന് അംശമുണ്ട്. അതുകൊണ്ട് അബ്രഹാത്തിനോട് പറയുമ്പോൾ നിൻ്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കാനല്ല പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഒരേയൊരു മകനെ എനിക്ക് ബലിയർപ്പിക്കാൻ പറയാം. അപ്പം നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആശയാണ് അടക്കേണ്ടത്. അതിൽ നിന്നാണ് ആത്മസംയമനം ഉണ്ടാകുന്നത്. അപ്പം സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ഇഷ്ടവസ്തുക്കളെ, ഇഷ്ടവ്യക്തികളെ, ഇഷ്ടപ്രവർത്തനങ്ങളെ, ഇഷ്ടവിഭവങ്ങളെ ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം. ധ്യാന തെക്തീയത ഭംഗിത ഇടയിൽ കൊണ്ടതാകും. അതാണ് ഭുജിക്കുന്നവൻ എന്ത് ചെയ്യണം? ത്യജിച്ചുകൊണ്ടാണ് ഭുജിക്കേണ്ടത്. അതാണ് തിരിച്ചു വരണത്. എന്താണ്? ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. പ്രൈസ് ദി ലോർഡ്. ആത്മസംയമനത്തെ പരിപോഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ഷമ കൊണ്ടാണ്. അപ്പോൾ ഉടമ്പടിക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു മനോപുണ്യമാണ് എന്താണ്? ക്ഷമ. എന്താണ് ക്ഷമയെന്ന് പറയണത്? ക്ഷമയെന്ന് പറയുന്നത് എന്താ? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അതിൻ്റെ പേരിൽ ആ സഹനം ഞാൻ ഏറ്റെടുക്കുന്നു. മനസ്സിലായില്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താ? നോൻപ് കാലത്ത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ക്ഷമയാണ്. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞ് സഹിക്കുന്ന സ്നേഹം. സഹിക്കുന്ന സ്നേഹമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുത്തം പാട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, TV വെച്ചുകൊണ്ടിരിക്കും, അടുത്ത വീട്ടുകാരൻ നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കും. അവനാണെങ്കിൽ പഠിത്തക്കാരെ കാണുമ്പോൾ തന്നെ അസൂയാണ്, ഭയങ്കര കലിയാണ്.
അത് കാരണം ആരെങ്കിലും പഠിക്കണ തുടങ്ങി കേട്ടാൽ അപ്പം തന്നെ അവൻ ടി വി വെക്കും. നമ്മുടെ വീട്ടിലായാൽ നമ്മുടെ ആങ്ങളൊക്കെ അത്തരം ടൈപ്പ് പാർട്ടി ഉണ്ടാകും ചില സമയത്ത്. നമ്മൾ പഠിക്കണം കണ്ട് അവനെ അസൂയ കയറും, ഉടനെ ടി വി ഒഴിച്ചു അവന് സ്പോർട്സും ക്രിക്കറ്റും വെക്കും. അമ്മ ഇത് കണ്ട അമ്മ എടാ ഓളിയും കുറച്ച് വെക്കടാ, പിന്നെ ഓളിയും കുറച്ച്, പിന്നെ അമ്മ പോകുമ്പോൾ അവൻ പിന്നെ കൂട്ടി വെക്കും. അപ്പോൾ ഈ പണ്ടാരത്തിന് നമ്മൾ ക്ഷമിക്കേണ്ടി വരും. പക്ഷെ അതേസമയം എന്നാ ചെയ്യണം? നീ ദൈവ പൈതലാണെങ്കിൽ വെറുത്തോണ്ട് വേണമെങ്കിൽ ക്ഷമിക്കാം, നിവൃത്തിയില്ലാത്ത കൊണ്ട്. പക്ഷെ അത് ബിബ്ലിക്കലല്ല. പിന്നെ എന്തു ചെയ്യും? സ്നേഹിച്ചുകൊണ്ട് നിനക്ക് വെറുത്തോണ്ട് സഹിക്കാം. പല ആൾക്കാരും നമ്മൾ സഹിക്കണം എങ്ങനെയാണ്? നിവൃത്തിയില്ലാത്ത കൊണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില അമ്മായിയപ്പന്മാർ തന്തൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ തന്തക്കും തള്ളക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന കാര്യം ഇങ്ങനെ 2 മണി രാത്രി വരെ പറയും. അപ്പോൾ ഉടനെ നമ്മൾ ഭർത്താവിനെ പറയും, നിങ്ങൾ ഈ മുഖത്ത് മീശയും വെച്ച് നടക്കുന്ന ഒരു പാല കിട്ടി കഴിഞ്ഞാൽ പിശാച് തല്ലിക്കൊന്നേനാണ്. അത് സൂര്യകേട്ടാണെന്നേ. നമ്മൾ കിടന്ന് ഒന്നാമത്തെ രാത്രി വരെ നമുക്ക് പണിയാണ്. അത് കഴിയുമ്പോൾ ഒന്ന് കിടക്കുന്നതാകുമ്പോൾ നമ്മൾ ഈ മരമണി അടിക്കണം ഈ സംഭവം വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യാനാ? അപ്പോൾ നമ്മൾ സഹിക്കും. അപ്പോൾ എങ്ങനെ? ചെറിയ ആൾക്കാർ എങ്ങനെ സഹിക്കും? വെറുത്തോണ്ട് സഹിക്കും. നിവൃത്തിയില്ല, അപ്പനെ തല്ലിക്കൊല്ലാൻ പറ്റുക. അതുകൊണ്ട് വെറുത്തോണ്ട് സഹിക്കും. അപ്പോൾ വെറുത്തോണ്ട് സഹിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? കൃപ നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ക്ഷമ കൊണ്ടും സുഹൃത്തത്തെ ആത്മസംയമനം കൊണ്ടും സുഹൃത്തത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. എന്നുവെച്ചാൽ എന്താണ്? വെറുത്തോണ്ട് സഹിക്കുകയല്ല, സ്നേഹിച്ചുകൊണ്ട് സഹിക്കുന്നതിനാണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമ എന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ക്ഷമ നഷ്ടപ്പെടുന്ന വ്യക്തികള് സാഹചര്യങ്ങള് ഈ നോൻപ് കാലത്ത് വെറുത്തോണ്ട് സഹിക്കാതെ സ്നേഹിച്ചോണ്ട് സഹിക്കുന്ന ദൈവിക ക്ഷമയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. ഇപ്പം എന്നാ ഈശോ ചെയ്തുകൊണ്ടിരിക്കണത്? അതായത് കൊളോഷ്യസ് 3:10 അനുസരിച്ച് കൊണ്ട് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കണ സ്റ്റെപ്സുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. മറന്നു പോകരുതേ. അപ്പം അതിന് അടുത്ത് എന്നാ പറയണത്? ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോ. ഇനി ക്ഷമയെ എന്നാ ചെയ്യാനാ? ക്ഷമയെ ഭക്തി കൊണ്ടോ. പ്രൈസ് ദി ലോർഡ്. ഇനിയാണ് ഭക്തി വരുന്നത്. എന്നാ ഭക്തി എന്ന് പറയണത്? പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയണത്. സ്നേഹം തന്നെയാണതേ. ഈ ബൈബിളിൻ്റെ ഒരു പുണ്യവും സ്നേഹം വിട്ട് നിൽക്കത്തില്ല. കാര്യം എന്താണ്? ദൈവ സ്നേഹമായതുകൊണ്ടാണ്. ബൈബിളിൻ്റെ ഒരു പുണ്യവും സ്നേഹം വിട്ട് നിൽക്കത്തില്ല. ഇപ്പോൾ എന്താ പറയുക? ക്ഷമയെ പിന്നെയും പൂർണ്ണമാക്കണം. എന്നാ കൊണ്ട് പൂർണ്ണമാക്കണം? ഭക്തി കൊണ്ട്. എന്നാ ഭക്തി എന്ന് പറയുന്നത്? പൂജിക്കുന്ന സ്നേഹം. പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ആരാധിക്കണില്ലേ? പൂജിക്കുകയല്ലേ ചെയ്യണം ദൈവത്തെ. അതിനെന്താണ്? അതായത് പൂജിക്കുന്ന സ്നേഹത്തെയാണ്, അഥവാ നമ്മൾ പൂജിക്കുന്ന സ്നേഹത്തെയാണ് ഭക്തി എന്ന് പറയണത്. ഭക്തി അവിടെയാണ് വരണത്. അപ്പോൾ അതൊക്കെ മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണുണ്ടത്? ആത്മസംയമനം, ആഴ്ചകളൊക്കെ ഇല്ലേ? അതെല്ലാം കഴിഞ്ഞ് മാത്രമേ ഭക്തി വരുന്നുള്ളൂ. ആദ്യമേ കയറി ഭക്തി വരുന്നില്ല. അതായത് അറിഞ്ഞ് വേണം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. എന്നിട്ട് ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ പിന്നെ സഹോദര സ്നേഹം കൊണ്ടും. ഇപ്പോൾ നമ്മൾ കാരുണ്യപ്രവൃത്തിയെല്ലാം വരണത് എങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു കാരുണ്യപ്രവൃത്തി ചെയ്യണില്ലേ? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുക, ഞാൻ ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയണില്ലേ? അതെല്ലാം ചെയ്യണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭക്തിയെ അർത്ഥവത്താക്കുന്നത് എന്തുകൊണ്ടാണ്? സഹോദര സ്നേഹം കൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾ രോഗികളെ ഭക്ഷണം കൊടുക്കുമ്പോഴും ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുമ്പോഴും നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് എന്താണ്? എൻ്റെ സഹോദര സ്നേഹത്തെ ആണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ സഹോദര സ്നേഹത്തെ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ഉപവി കൊണ്ടും ഉപവിയെ സമ്പൂർണ്ണമാക്കാൻ, ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ ഉത്സാഹിക്കുവിൻ. ഉപവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവി പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ വ്യയം ചെയ്യുന്ന പ്രവർത്തികളാണ് ഉപവി പ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തികൾ. അതിൻ്റെ കേന്ദ്രം ദൈവമായിരിക്കും. അപ്പോൾ ദൈവത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മളത് ഉപവി പ്രവർത്തി. ഇത് കണ്ട മക്കളെ, 1-2 പത്രോസിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം, ഇത് മുഴുവനുമാണ് നമ്മുടെ നിബന്ധനകളിൽ വെച്ചിരിക്കുന്നത്. ആ നിബന്ധന വരുമ്പോഴാണ് നമ്മൾ ആ നിബന്ധന അതുപോലെ സ്റ്റെപ്സ് പാലിക്കുമ്പോഴാണ് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനായി നമ്മൾ മാറുന്നത്. ഈ പുതിയ മനുഷ്യൻ്റെ മേലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമാകുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇടപെട്ടുകൊണ്ട് ജീവിത മണ്ഡലങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ നടത്തിത്തരുന്നതും മാറാത്ത രോഗങ്ങൾ മാറ്റിത്തരുന്നതും ഉടമ്പടി അപൂർവ സമ്പൂർണ്ണ പ്രാർത്ഥനയാക്കി. ഉടമ്പടി വിൽ മേക്ക് എ കവനൻ്റ്, വിൽ മേക്ക് എ കംപ്ലീറ്റ് മാൻ ഓഫ് ഗോഡ്. അതായത് ഉടമ്പടി നിന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കും. ദൈവത്തിൻ്റെ പൂർണ്ണ മനുഷ്യൻ. കൈയടിച്ച് കർത്താൻ ചൊല്ലി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ശക്തിയോട് സ്തുതിക്കട്ടെ. യേശുവേ വിളിക്കട്ടെ. യേശുവേ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു.